ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റും കോളും തിരമാലകളുമെല്ലാം മാറ്റുവാൻ കഴിയുന്ന ഒരു നാഥൻ നമ്മുടെ പടകിൻ്റെ അമരത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കർത്താവ് അറിഞ്ഞിട്ട് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നന്മയ്ക്കായിട്ട് മാത്രമാണ്. അവൻ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു. നാം വീണുപോയാൽ നമ്മെ തോളിൽ വഹിക്കുവാൻ ആ നല്ല നാഥൻ കൂടെയുണ്ട്. ദൈവം യോശുവോട് പറഞ്ഞ പോലെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നൊരു ഗാനം അലൻ പോൾ നമുക്കായിട്ടിപ്പോൾ ആലപിക്കുന്നു. കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. നാഥന്റെ സമ്മാനമാ, മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എം ജി
ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതായി എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതായി ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോടു കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഈ ലോകത്തിൻ്റെ കൊടും വെയിലിൽ നാം തളർന്നു പോകാതെ നമ്മെ വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. കൃപമേൽ കൃപ നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ കഷ്ടതയിലും രോഗങ്ങളിലും നിന്ദയുടെയും പരിഹാസത്തിൻ്റെ നടുവിലും നമുക്ക് ശക്തിപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി. അതെ, ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ കൃപയരുൾക കൃപയരുൾക കരുണയിൻ സാഗരമേ എന്നുള്ളൊരു ഗാനം ഗ്രാറ്റിയാൽ പോൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഈ ലോകത്തിലെ യാതൊന്നും തന്നെ നമുക്ക് അനുകൂലമായിരിക്കുന്നില്ല. നാം വായിക്കുന്ന പോലെ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം നമുക്ക് അനുകൂലമായുള്ളപ്പോൾ അവൻ്റെ മാറിൽ നമുക്ക് ആശ്വസിക്കുവാനായിട്ട് സാധിക്കും. അവനാണ് നമ്മുടെ ബലം, അവനാണ് നമ്മുടെ മഹിമ, അവനാണ് നമ്മുടെ സഹായം. ആരുമില്ല നീയൊഴികെ എന്ന ഗാനം ഇപ്പോൾ അലൻ പോൾ നമുക്കായിട്ട് ആലപിക്കുന്നു. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാൾ പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാൾ പാരിലൻ പ്രിയ. ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം, എരിയുന്ന മാനസം, നിൻ തിരുമാറിൽ ചാരുമ്പോഴല്ലാതാശ്വസിക്കുമോ, ആശ്വസിക്കുമോ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാൾ പാരിലൻ പ്രിയ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥാ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥാ. വലിയവനാം നീ അനുകൂലമാണ്, ബലവും മഹിമയും നീതാ. വലിയവനാം നീ അനുകൂലമാണ്, ബലവും മഹിമയും നീതാ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാൾ പാരിലൻ പ്രിയ. പ്രിയരെന്നോ കരുതുന്ന സഹചരന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നോ കരുതുന്ന സഹചരന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയനെ സ്നേഹം കുറയാതെ നിയതം തുടരുന്നു മണ്ണിൽ. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ നിയതം തുടരുന്നു മണ്ണിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാൾ പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാൾ പാരിലൻ പ്രിയ. ഈ മരുഭൂമി യാത്രയിൽ
നമുക്കെപ്പോഴും തുണയായിട്ടുള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഉള്ളം കലങ്ങുന്ന വേളകളിലും ഏത് പ്രതികൂലങ്ങളിലും നമ്മെ വീഴാതെ നിർത്തുവാൻ ആ നല്ല തുണയായിട്ട് ആ പ്രിയൻ നമ്മോട് കൂടെയുണ്ട്. നാം വായിക്കുന്ന പോലെ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? എനിക്കൊരു തുണ നീയെ എൻ പ്രിയനെ എന്നുള്ളൊരു ഗാനം നമുക്ക് കേൾക്കാം. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ഇണയില്ല ഒരു പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാൻ, ഇണയില്ല ഒരു പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയനിൽ ചേരുവാൻ. നാഥ വരുവാൻ താമസമെങ്കിൽ, നാഥ വരുവാൻ താമസമെങ്കിൽ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കേകിയാലും, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീ.
എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. നാം ദൈവജനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ആ ദൈവത്തിൻ്റെ മഹാകരുണയാണ് നമ്മെ ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട്, ദൈവമക്കളെന്ന ആ വലിയ പദവി നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് കരുണയ്ക്കായിട്ട് യാചിക്കുന്ന ഏത് പാപിയെയും അവൻ രക്ഷിക്കും. ദൈവം കരളലിയുന്ന ഒരു ദൈവമാണ്. ഈ ഒരു ആശയം വരുന്ന ഒരു ഗാനം, കരുണ രസരാശെ എന്ന ഗാനം ഇപ്പോൾ ഗ്രാറ്റിയ പോൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
കർത്താവേ കരളലിയേണം പ്രഭോ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷമാരി നൽകേണം ദേവാ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷമാരി നൽകേണം ദേവാ. കരുണാരസരാശി കർത്താവേ കരളലിയേണം പ്രഭോ. കരുണാരസരാശി കർത്താവേ കരളലിയേണം പ്രഭോ. നമ്മുടെ മണവാളനായ നമ്മുടെ കർത്താവ് വേഗം വരുവാനായിട്ട് പോവുകയാണ്. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ കർത്താവ് വന്ന് നമ്മെ ചേർക്കും. ആ വലിയ പ്രത്യാശയോടെയാണ് ദൈവമക്കൾ ആയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ചുകൊണ്ട് യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ എന്ന ഗാനം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പാടാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ. മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. കാന്തൻ യേശു വരാൻ കാലമായി ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചടുചടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ. ചടുചടെ ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോ. പാരിൽ പാർത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. പാരിൽ പാർത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ
ബലിപ്പവിടതിൽ കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഈ നിലയിൽ 3 ദിവസത്തെ യോഗങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഈ സ്ഥലസഭയെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ വൈകിയ വേളയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അയൽസഭകളിൽ നിന്നും സുശേഷന്മാരായിട്ടും മൂപ്പന്മാരായിട്ടും സഹോദരി സഹോദരന്മാരായിട്ടും അനേകർക്ക് ഈ യോഗങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സഭയായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവദാസൻ ജോബി ജെയിംസ് പാമ്പാവലി ആ സഹോദരനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, സഭയായിട്ടുള്ള സ്വാഗതം അറിയിക്കുന്നു. പ്രിയ ദൈവദാസനെ സ്റ്റേജിലേക്ക് കയറിയിരിക്കുവാനായിട്ട് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്നും നാളെയും ഞായറാഴ്ചയും ഈ യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം ഈ നാളുകളിൽ ലഭിക്കുവാനായിട്ട് ഈ ദേശത്തോട് ദൈവത്തെ മാറ്റമില്ലാത്തവൻ അറിയിപ്പാൻ ദൈവം നമുക്കൊരവസരം കൂടി ഈ ഭൂമിയിൽ നൽകിയിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ദേവദാസനെ വചനം സംസാരിപ്പാൻ ആവശ്യമായ ദൈവകൃപ ലഭിക്കേണ്ടതിനായിട്ടും നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടായിരിക്കാം. ഇപ്പോൾ കുന്നംകുളം സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സുവിശേഷകൻ സാം ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രിയ ജോബി ജെയിംസ് സഹോദരൻ ദൈവ വചനത്തിൽ സംസാരിക്കും. ഒടുവിൽ PC ജോർജ് സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. ശുശ്രൂഷകൾക്കായിട്ട് ദൈവദാസന്മാരെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ഇന്ന് കൂടി വരുവാനായിട്ട് കർത്താവ് ഇങ്ങനെ ഒരു മുഖാന്തരം അവിടുന്ന് ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ സ്ഥലം സഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന യോഗങ്ങളുടെ പ്രാരംഭ ദിവസത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൂട്ടി വരുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ വിധത്തിൽ ഞങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാനായിട്ടും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിച്ചും സേവിച്ചും മാനിച്ചും കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ ക്രമീകരണങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ സ്ഥലം സഭയിൽ കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത സന്ദേശം ഈ സഭ മുഖാന്തരം ഈ ചുറ്റുപാടുകളിലുള്ളവർ അറിയത്തക്ക വിധം ഇങ്ങനെ യോഗം ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇവിടെയുള്ള ദൈവജനത്തെ അവിടുന്ന് ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ ഈ യോഗത്തിൻ്റെ ക്രമീകരണങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവെ അനേക സ്ഥലങ്ങളിലിരുന്ന് ദൈവജനത്തിന് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെ ഞങ്ങളുടെ സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ ഞങ്ങൾക്ക് ഇരിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപയാൽ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ടും നന്ദിയോടെ സ്തോത്രം.
അവിടുത്തെ മക്കൾക്ക് കർത്താവെ, അവിടുത്തെ ഭക്തന്മാർ അവിടുത്തെ സ്നേഹം ദർശിച്ചപ്പോൾ എഴുതിയ ഗാനങ്ങൾ കർത്താവെ പാടി ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടും കർത്താവെ അവിടുന്ന് സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളത് ലോകസംഭവങ്ങൾ അറിയിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ അവിടുന്ന് ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ടും നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വചനവുമായിട്ട് അവിടുത്തെ ദാസനെ അവിടുന്ന് അയച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പല സ്ഥലങ്ങളിലും കർത്താവെ അവിടുത്തെ ഭൃത്യനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് കർത്താവ് കൃപയാൽ അവിടുന്ന് സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. ഇന്നും ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് അവിടുന്ന് ഒരുക്കി അയച്ച ദൈവവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വചനം ജീവനും ചൈതന്യമുള്ളതായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളേക്കാളും മൂർച്ചയുള്ളതാണല്ലോ പിതാവേ. അതുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ സന്നിധി ബോധത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിക്കണം. ശമൂവേൽ ബാൽ പറഞ്ഞതുപോലെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള ആ നല്ല മനോഭാവത്തോടു കൂടെ തന്നെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ താമസിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കുമ്പോഴും ദൈവം ഞങ്ങളോട് കൂടെ അവിടുന്ന് ഇതുവരെയും കരുതി സൂക്ഷിച്ച് പരിപാലിച്ചതിനായിട്ടും നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ഭൃത്യനെ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പ്രാഗൽഭ്യത്തോടു കൂടെ സംസാരിപ്പാൻ തക്കവണ്ണം ദൈവകൃപ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമാകുന്ന യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചേൽക്കൊട്ടുകരയിലുള്ള ദൈവജനം ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് 3 ദിനങ്ങളിലായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ആത്മീക കൂട്ടായ്മയുടെ പ്രഥമ രാത്രിയിൽ ദൈവവചന കേൾവിക്ക് വേണ്ടി ചുറ്റുപാടുകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും സഭാപരിപാലകന്മാർക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണുവാനും നിങ്ങളോട് ഒരുമിച്ച് ആത്മീക സന്തോഷം അനുഭവിപ്പാനും കർത്താവ് നൽകിയ വിലയേറിയ അവസരത്തിനായിട്ടും കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കുകയും അതിന് എന്നെ യോഗ്യനായി കാണുകയും ബലപ്പെടുത്തുകയും ചെയ്ത സർവകൃപാലുമായ ദൈവത്തിൻ്റെ പാദത്തിങ്കൽ സകല മഹത്വവും ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങളൊക്കെ നാം കേട്ട് അവരോടൊരുമിച്ച് കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മുടെ ചിന്തയെ ഇന്നു രാത്രിയിൽ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് അധികം മുഖവരയില്ലാതെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൈകളിൽ ലഭിച്ചിരുന്ന നോട്ടീസിൽ നാം കണ്ടത് സുവിശേഷ മഹായോഗം എന്നുള്ളതാണ്. സുവിശേഷ മഹായോഗത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടത് സുവിശേഷമാണ് എന്നുള്ളത് എനിക്കും അറിയാം. എന്ന് വരികിലും ഈ ഹാളിനകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവമക്കളാണ് എന്ന് ഞാൻ പരിപൂർണമായിട്ട് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എങ്കിലും ഈ ഉച്ചഭാഷിണിയുടെ സീമയ്ക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ചുറ്റുവട്ടങ്ങളിലുമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലെ ആത്മീക സത്യങ്ങൾ ഇന്ന് രാത്രിയിൽ ചിന്തിപ്പാൻ കർത്താവ് കൃപ നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ആത്മീക പ്രചോദനത്തിനും ചില പ്രിയപ്പെട്ടവർ കർത്താവിനെ കണ്ടുമുട്ടുന്നതിനുമൊക്കെ മുഖാന്തരമായിട്ട് തീരുവാൻ ദൈവവചനത്തിൻ്റെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ഈ സമയത്ത് സാദരം ചോദിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം
5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉറത്തിരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. മതി. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ഈ 3 ദിവസത്തെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ചപ്പോൾ എന്ത് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു വേദഭാഗമാണ് ഞങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യെരൂശലേമിൽ നിന്നും മഹാപുരോഹിതൻ്റെ അധികാരപത്രം ദമസ്കോസിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒന്നടങ്കം കെട്ടിക്കൊണ്ട് യെരൂശലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കൊന്നതിന് ശേഷം വലിയ ആർജവത്തോടും ഊരോടും ഉശിരോടും കൂടെ ദമസ്കോസിലേക്ക് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കുതിരപ്പുറത്ത് കയറി പോകുന്ന ഒരു ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ചരിത്രമാണ് നാം വായിച്ച വേദഭാഗത്ത് കാണാൻ കഴിയുന്നത്. അങ്ങനെ താൻ അധികാരത്തിൻ്റെ പത്രം തൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ചിന്തയും ക്രൈസ്തവ സമൂഹത്തെ തച്ചുടച്ച് കളയണം എന്ന ആഗ്രഹത്തോടുകൂടി ദമസ്കസിനോട് എടുക്കുമ്പോൾ പിന്നീട് താൻ പറയുന്ന തൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം തൻ്റെ മുഖത്തേക്ക് അടിക്കുകയും താൻ നിലംപതിക്കുകയും അവിടെ വെച്ച് താൻ കേൾക്കുകയും ചെയ്ത ഒരു ശബ്ദത്തിൻ്റെ മറുപടിയാണ് നാം വായിച്ച 5-ാമത്തെ വാക്യം. ഇനി ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പശ്ചാത്തലവും ആശയവും മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നെനിക്കറിയാം. വെറുതെ ഇങ്ങനെ ഇരിക്കരുത്, എന്നോട് ചേർന്ന് എല്ലാവരും ഈ കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യണം. മറ്റ് ചിന്തകളിലേക്ക് പോകാതെ ഒന്നുമല്ലെങ്കിൽ മുഖത്തൊരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ചിരിക്കണം എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെ ഈ വലിയ വെളിച്ചത്താൽ നിലംപതിച്ച് കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമല്ല, ശബ്ദത്തോടുകൂടി കേട്ട വെളിച്ചം മാത്രമല്ല, വെളിച്ചത്തോടുകൂടി കേട്ട ശബ്ദം, ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമാണ് 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നീ ആരാകുന്നു കർത്താവേ? നമുക്കറിയാം, വാസ്തവത്തിൽ അവിടെ തമ്മിൽ ഒരു ചെറിയ പൊരുത്തക്കേട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ പൊരുത്തക്കേട് എന്താണെന്ന് ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ആളറിയാത്തതുകൊണ്ട് ന്യായമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തായിരിക്കും ആ ചോദ്യം? നീ ആരാകുന്നു എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ആ ചോദ്യം അങ്ങനെ ചോദിച്ചാൽ ഉത്തരം കൃത്യമായിട്ട് അടുത്ത് പറയുന്നുണ്ട്. നീ ഉപദ്രവിക്കുന്ന കർത്താവായ യേശുവാകുന്നു ഞാനെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ശൗല് ചോദിച്ച ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, നീ ആരാകുന്നു കർത്താവേ? ഹു ആർ യു ലോർഡ്? എന്താ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം? ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. ഇങ്ങനെയൊരു ചോദ്യം ഈ മനുഷ്യൻ ചോദിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം നമ്മുടെ ബൈബിളിലെ തൊട്ട് പുറകിലുള്ള ഒരധ്യായം ഒന്ന് മറിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചരിത്രമാണ്. വെറുതെയല്ല ശൗലെന്ന മനുഷ്യൻ അപ്രകാരം ഒരു ചോദ്യം ചോദിച്ചത്. നീ ആരാകുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിച്ചത്, നീ ആരാകുന്നു കർത്താവേ? ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഈ പൗലോസ് അല്ലെങ്കിൽ ശൗല്, ഈ മനുഷ്യൻ ഈ കർത്താവിനെ കുറിച്ച് പറയുന്ന ചില ആത്മീക സത്യമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണത്തിനൊരു പേര് കൊടുത്താൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പൗലോസിൻ്റെ ക്രിസ്തു. പൗലോസിൻ്റെ ക്രിസ്തു എന്നുള്ള ചിന്തയിൽ
ഈ 3 ദിവസങ്ങൾ നമ്മൾ ചില ആത്മീക സത്യങ്ങൾ ഒന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കണം, ചിന്തിക്കണം എന്നാഗ്രഹിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ചോദ്യത്തിൽ നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടു പിന്നിൽ നടക്കുന്ന ഒരു ചരിത്ര സംഭവമാണ്. എല്ലാം ഞാൻ വിശദീകരിക്കുകയില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. 7-ാം അധ്യായത്തിന്റെ 54 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിലാണ് ആ ചരിത്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കൺക്ലൂഷൻ കിടക്കുന്നത്. എന്നാൽ 7-ാം അധ്യായം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ 7-ാം അധ്യായത്തിൽ മുഴുവൻ സ്തെഫാനോസ് എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തെഫാനോസിനെ ദൈവസഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ചരിത്രം നാം ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ സ്തെഫാനോസ് ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങൾ, വിശേഷ്യ മേശയോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷകൾ, ഇങ്ങനെ സഭയുടെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ശുശ്രൂഷകൾ എന്ന നിലയിൽ സ്തെഫാനോസ് അടക്കമുള്ള ഒരു കൂട്ടം ആളുകളെ ദൈവത്തിന്റെ ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് അവർ സഭയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ദൈവസഭ അമിതമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 7-ാം അധ്യായത്തിലൂടെ പരിശോധിച്ചാൽ സഭയുടെ വളർച്ച അതിവേഗം മുന്നോട്ട് പോകുന്നു. യെരുശലേമിൽ നിരവധി ആളുകൾ, എന്തിന് പുരോഹിതന്മാരടക്കമുള്ള ആളുകൾ ഈ കർത്താവിനെ അറിയുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ സഭകളുടെ വളർച്ച അധികമായിട്ട് വന്നപ്പോൾ ആളുകളെല്ലാം കൂടി സ്തെഫാനോസിനെതിരെ ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് നീതിന്യായ പീഠത്തിന് മുമ്പാകെ കൊണ്ട് സമർപ്പിച്ചു. അതിങ്ങനെയായിരുന്നു: മോശയുടെ ന്യായപ്രമാണത്തെ കലക്കി കളയുന്നവർ എന്ന് ഈ സ്തെഫാനോസിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ഉടനെ തന്നെ അതൊരു മതനിന്ദയാകിയാൽ സ്തെഫാനോസിനെ വിളിപ്പിച്ചു, ന്യായവിസ്താരത്തിന് മുമ്പാകെ കൊണ്ടു നിർത്തി. തുടർന്ന് 7-ാം അധ്യായത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ 7-ാം അധ്യായം മുഴുവൻ സ്തെഫാനോസ് നടത്തുന്ന അതിഗാംഭീര്യമുള്ള ഒരു പ്രഭാഷണമാണ്. അത് തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവരുന്ന ചരിത്രം തൊട്ട് തുടങ്ങി ആരെയും വിട്ടുകളയാതെ പിന്നീട് ഓരോ വ്യക്തികളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞ് അവരിലൂടെ ദൈവം എന്താണോ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചത്, ഈ പ്രവർത്തനങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ഈ മനുഷ്യൻ സ്തെഫാനോസ് ഇങ്ങനെ പ്രസംഗിച്ച് വരികയാണ്. ന്യായാധിപ സംഘം ഇത് കേട്ടുകൊണ്ടേയിരിക്കുക. എന്നാൽ കേവലം ഒരു ചരിത്രം മാത്രം അദ്ദേഹം പറഞ്ഞു പോകുകയായിരുന്നില്ല. തന്റെ ആ പ്രഭാഷണം 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്റെ മുമ്പാലിരിക്കുന്ന ന്യായാധിപ സംഘത്തിന് മുമ്പാകെ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ മനുഷ്യൻ ചോദിച്ചു. അത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 51 മുതലുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ എന്നാണ് ആ സമൂഹത്തെ വിളിച്ചത്. അപ്പോൾ ഒന്നാമത് ഈ പ്രഭാഷണം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിലേക്ക് ഏൽക്കുന്ന ഒരു കുന്തമുന പോലെ ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക്: നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾ പരിച്ഛേദനയുള്ളവരാണ്, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന വന്നിട്ടില്ല. 51-ാം വാക്യത്തിന്റെ ഒടുവിലെ ഭാഗം നിങ്ങൾ നോക്കിയേ: നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്നു എന്ന് പറയുക. നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരോട് ചോദിച്ചു, പിതാക്കന്മാരെ പോലെ നിങ്ങളും പരിശുദ്ധാത്മാവിനോട് എതിർത്തു നിൽക്കും. 52-ാം വാക്യത്തിൽ പറയുന്നു: പ്രവാചകന്മാരിൽ ഏവനെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവിക അരുളപ്പാടുമായിട്ട് കടന്നു വന്ന സകല പ്രവാചകന്മാരെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഉപദ്രവിച്ചിട്ടുണ്ട്. 4-ാമത് നാം വായിക്കുന്നത് അതിന്റെ തൊട്ടടുത്ത വാക്യമാണ്: നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ നിങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നു. ഒടുവിൽ അവരെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. 53-ന്റെ ഒടുവിലത്തെ ഭാഗം: നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും നിങ്ങളത് പ്രമാണിക്കുന്നില്ല. ഇങ്ങനെ 5 വിധത്തിലുള്ള ആരോപണങ്ങൾ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ മടികൂടാതെ സ്തെഫാനോസ് പ്രസംഗിച്ചു. ഞാൻ പറയട്ടെ, ഒരുപക്ഷെ പുതിയ നിയമസഭയുടെ ആരംഭത്തിൽ ഇത്രമാത്രം ഘനഗാംഭീര്യത്തോടെ ന്യായാധിപ സംഘത്തിന്റെ കർണപടങ്ങളിൽ അലയടിക്കുന്ന നിലയിൽ ഒരു കുന്തമുന പോലെ അവരുടെ മാംസവിധികൾക്കുള്ളിലേക്ക് ആഞ്ഞിറങ്ങത്തക്ക നിലയിൽ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്തെഫാനോസിന്റെ പ്രഭാഷണമായിരിക്കും. സമയബന്ധിതമായി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഇപ്പോൾ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം വരെയുള്ള ചരിത്രത്തെ
വളരെ കൃത്യതയോടെ ഈ മനുഷ്യൻ പ്രസംഗിച്ച് ഇവരുടെ ഹൃദയത്തിൽ ആഴ്ന്നു പതിക്കത്തക്ക നിലയിൽ അവരെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ചോദിച്ച് തന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഉടനെ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ കോപാക്രാന്തരായിട്ട് പല്ല് കടിച്ചുകൊണ്ട് അവനോട് എതിരിട്ട് വന്നു. നമുക്കറിയാം, എവിടെയും ഉള്ളത് പറയുന്നവരെ ആളുകൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ കരുതുള്ളി അവനെ കൊല്ലുവാനായിട്ട് കടന്നു വരിക. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുന്ന ഭാഗമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇങ്ങനെ ഇദ്ദേഹത്തിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ച് കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹത്തെ മുമ്പിലേക്ക് വന്ന ആളുകളെ കുറിച്ച് വായിക്കുന്നത് അവർ പല്ല് കടിച്ചുകൊണ്ട് അവന്റെ നേരെ വന്നു എന്നാണ്. അങ്ങനെ പല്ല് കടിച്ചുകൊണ്ട് വന്ന് ഇവനെ നഗരത്തിന് പുറത്താക്കി കളഞ്ഞ് ഇവനെ കൊല്ലുവാനായിട്ട് കല്ലെറിയുവാനായിട്ട് തീരുമാനിക്കുക. ഇനിയും ആ ഭാഗം എന്നോട് ചേർന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. നാം അതിന്റെ 58-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു എന്ന് വായിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നു. കല്ലെറിയാനായിട്ട് വന്ന നഗരത്തിന് പുറത്ത് സ്തെഫാനോസിനെ ആക്കിക്കളഞ്ഞപ്പോൾ ഈ വന്ന ആളുകൾ, സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം കൊണ്ടൊരു ബാല്യക്കാരന്റെ അടുക്കൽ വയ്ക്കുക. ഇവിടെ വസ്ത്രം കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്ന വസ്ത്രം ഊരി വെച്ചു എന്നല്ല, മറിച്ച് ഇവരെല്ലാം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ 2 കൈകളിലും നീളമുള്ള, നമ്മൾ പറയുന്നത് പോലെ ഒരു പുറംചട്ടയുണ്ട്. ഈ പുറംചട്ട എന്ന് പറയുന്നത് കൈക്ക് വളരെ വീതി ഉള്ളതാണ്. നിങ്ങൾക്കറിയാം, പണ്ട് കാലത്തെ പുരോഹിതന്മാരുടെയും ആ ശുശ്രൂഷ ചെയ്തവരുടെയും ഒക്കെ വസ്ത്രത്തിന്റെ പ്രത്യേകത അത് കൈക്ക് വളരെ വീതിയുള്ളത് കൊണ്ട് ഈ വീതിയുള്ള ഈ പുറംചട്ട കൊണ്ട് കല്ലെടുത്തെറിഞ്ഞാൽ കൃത്യമായ ഉന്നം ലഭിക്കുകയില്ല. അപ്പോൾ അതിനെന്താ അവർ ചെയ്തത്? അവരെല്ലാം അവരുടെ പുറംചട്ട ഊരിയിട്ട് ബാല്യക്കാരന്റെ മുമ്പാകെ കൊണ്ട് വെച്ചിട്ട് എന്തിനു പോവുകയാ? ഈ മനുഷ്യനെ കല്ലെറിയാനായിട്ട് പോവുകയാ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഈ സാക്ഷികൾ എന്ന് പറയുന്നവർ അവരുടെ വസ്ത്രം ഊരിക്കൊണ്ട് ഈ ബാല്യക്കാരന്റെ അടുക്കൽ വെക്കുകയാണ്. അത് കണ്ട് നോക്കി നിൽക്കുകയാണ് ആര്? ഈ ശൗൽ എന്ന് പറയുന്ന ബാല്യക്കാരൻ. ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നതിന്റെ കാരണം ശൗൽ ഒരിക്കലും സ്തെഫാനോസിനെ കല്ലെറിഞ്ഞിട്ടില്ല. എന്നാൽ ഞാനൊരു വാക്ക് പറയട്ടെ, ഈ നിഗൂഢമായിരിക്കുന്ന പദ്ധതികളുടെ മുഴുവൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ശക്തി കേന്ദ്രമായിരുന്നു ആരെന്ന് പറയുന്നത്? ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഓരോ സാക്ഷികളും വന്ന് വസ്ത്രം വെച്ചിട്ട് കല്ലെറിയുവാൻ പോകുമ്പോൾ കൃത്യമായിട്ട് കല്ലെറിയണമെന്ന് ആജ്ഞ കൊടുക്കുന്ന, അവർക്ക് ഒരിക്കൽ പോലും പിന്മാറുവാനോ മനസാക്ഷിയുടെ കുറ്റബോധം കൊണ്ട് മടങ്ങിപ്പോകുവാനോ ഇടയാകാത്ത വിധത്തിൽ അവർക്ക് വേണ്ടുന്ന ഊർജം പകർന്നു കൊടുത്തുകൊണ്ട് ഈ വസ്ത്രങ്ങൾ സ്വീകരിച്ചിട്ട് ഈ മനുഷ്യൻ അവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ചെന്ന് കല്ലെറിയുന്നു. ഓരോ കല്ലും ആ മനുഷ്യന്റെ ശരീരത്തിൽ പതിക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും അതിക്രൂരമായിരിക്കുന്ന കൊലപാതകമാണ്, മൃഗീയമായിരിക്കുന്ന പീഡനമാണ് കല്ലേറ് കൊണ്ടുള്ള മരണം എന്ന് പറയുന്നത്. ക്രൂശീകരണം പോലും അത്ര പീഡയുള്ളതല്ല. എന്നാൽ കർത്താവിന്റെ തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുഴിയെടുത്ത് കുഴിയിലേക്ക് ഒരു പകുതി ഭാഗത്തോളം അരയോളം ഇറക്കി വെക്കുന്ന ഈ ഒരു മനുഷ്യനെ ആ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞ് കല്ലുകൾ പതിക്കുകയാണ്. അല്ലെങ്കിൽ പുറയിലേക്ക് 2 കൈകളും കെട്ടിയിട്ടതിന് ശേഷം മുട്ടുമേൽ നിർത്തിയിട്ടാണ് ഈ വ്യക്തിയെ കല്ലെറിയുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രീതികളാണ് കല്ലെറിയുവാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഈ സ്തെഫാനോസ് കല്ലേർ കൊള്ളുകയാണ്. ഈ കല്ലേർ കൊള്ളുന്ന സമയത്ത് ഈ മനുഷ്യൻ വിളിച്ചു പറയുന്ന ഒരു വാക്ക് അവിടെയുണ്ട്. അവിടേക്ക് നമ്മുടെ ശ്രദ്ധ വരട്ടെ. എന്താ അദ്ദേഹം വിളിച്ചു പറയുന്നത്? നാം വായിക്കുന്ന 56-ാം വാക്യം: ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ കല്ലേറ് കൊള്ളുമ്പോൾ ഇദ്ദേഹം കാണുന്ന ഒരു കാഴ്ച വിളിച്ചു പറയുകയാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്: സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഇനി എന്നോട് ചേർന്ന് ഈ ചിന്ത നിങ്ങളൊന്ന് കൊണ്ടുവന്നേ. സ്തെഫാനോസ് കല്ലെറിയാനായിട്ട് വന്ന് നഗരത്തിന് പുറത്താക്കി നിൽക്കപ്പെടുന്നു. സ്തെഫാനോസിനെ അവിടെ വെച്ചതിന് ശേഷം, നിർത്തിയതിനു ശേഷം സ്തെഫാനോസിന്റെ മേൽ കല്ലെറിയുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്കല്ല സ്തെഫാനോസിന്റെ കാഴ്ച പോകുന്നത്, മറിച്ച് സ്തെഫാനോസിന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി എന്നാ വായിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ താൻ ദൈവമഹത്വം കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. ഞാൻ ഭാഗം വിടട്ടെ. രണ്ടാമതൊന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയിട്ട് കണ്ട കാഴ്ച വിളിച്ചു പറയുക, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ വീണ്ടും അവർ കോപപരവശരായിട്ട് വന്ന് ഈ മനുഷ്യനെ കല്ലെറിഞ്ഞു.
കല്ലെറിഞ്ഞ് ഇദ്ദേഹം മരണപ്പെടാൻ പോവുകയാണ്. മരണപ്പെടാൻ പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിച്ചു. 59-ാം വാക്യം, കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഈ ചരിത്രത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. നമ്മൾ വായിച്ച 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം കേൾക്കുന്നത് ഇവിടെയാണ്. എന്താ ഇവിടെ കേൾക്കുന്ന ഒരു പ്രാർത്ഥന? കർത്താവായ യേശുവേ. നോക്കുന്നത് എവിടേക്കാ? സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുക. അപ്പോൾ മരണത്തോടടുത്ത് കല്ലേറ് കൊണ്ട് അതികാഠിന്യമുള്ള വേദന സഹിച്ച് രക്തം മുഴുവൻ ധാരധാരയായി ഒഴുകപ്പെട്ട് ആളുകളുടെ ആക്രോശങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങി മരണത്തിലേക്ക് പോകുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്ന വാക്കിതാണ്, കർത്താവായ യേശുവേ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു പദപ്രയോഗം അവിടെയുണ്ട്, കർത്താവായ യേശുവേ എന്ന പദം. ഞാനത് പറയട്ടെ. അങ്ങകലെ മാറി ബാല്യക്കാരായിരിക്കുന്ന ഒരു വ്യക്തി നിൽപ്പുണ്ട്. ആളുകളുടെ സാക്ഷികളുടെ വസ്ത്രം മുഴുവൻ അവന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാ. ഈ മനുഷ്യന്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ട് ആരാ നിൽക്കുന്നത്? ശൗൽ എന്ന് പറയുന്ന ബാല്യക്കാരൻ നിൽപ്പുണ്ട്. അവന്റെ കർണങ്ങളിൽ ആദ്യം കേട്ടിയ ഒരു ശബ്ദമാണ് ഈ മനുഷ്യന്റെ ആ ഒരു പ്രാർത്ഥനയുടെ വാചകം. എന്താ വാചകം? കർത്താവായ യേശുവേ എന്ന വാക്ക്. ഇനി അവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കിയ 60-ാം വാക്യം, മരണത്തോട് ഏറ്റവും അടുത്തു മരിക്കുന്ന നിമിഷമായപ്പോൾ അവൻ ചെയ്തൊരു വാക്കുണ്ട്, അവനോ മുട്ടുകുത്തി. അടുത്ത വാക്ക് എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. നോക്കണം, അവിടെ അടുത്തൊരു പദപ്രയോഗം, കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ. ഇനി എന്നോട് ചേർന്നൊന്ന് ചിന്തിക്കണം. ഈ മനുഷ്യൻ മാറി നിൽക്കുകയാ, പക്ഷേ ഈ മനുഷ്യന്റെ മനസ്സിൽ നിന്നും മാറാൻ കഴിയാത്ത ഒരു പദമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കിടന്ന് അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ശബ്ദം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവേ എന്നുള്ള ശബ്ദമാ. ഒരു മനുഷ്യൻ പിടഞ്ഞു മരിക്കുകയാ. മനസാക്ഷിയുള്ള മനുഷ്യന് കണ്ടു നിൽക്കുവാൻ കഴിയാത്ത അതികാഠിന്യമുള്ള മരണം. ആ മരണത്തിന് ചുക്കാൻ പിടിച്ച് ശൗൽ എന്ന് പറയുന്ന ബാല്യക്കാരൻ ദൂരെ നിന്ന് നോക്കുമ്പോൾ മരണത്തിലേക്ക് മുങ്ങി വീഴുമ്പോഴും ആ മനുഷ്യന്റെ പ്രാർത്ഥന, കർത്താവായ യേശുവേ. പ്രാർത്ഥിക്കുന്നത് ആ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയുക, കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ. ഈ ചിന്ത ഈ മനുഷ്യന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഈ പദപ്രയോഗം ഈ മനുഷ്യനെ ചിന്തിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഈ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നീട് നാം വായിക്കുന്നത് സഭ അത്യന്തം അധികമായിട്ട് ഈ മരണത്തോടുള്ള ബന്ധത്തിൽ തളർന്നു പോയിട്ടില്ല. അതിശക്തമായിട്ട് ശബരിയിലേക്ക് പോയി, യെരുശലേമിന്റെ വീഥികളിലേക്ക് പോയി, സുവിശേഷത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. സുവിശേഷം കേട്ടവർ യേശുവിൽ വിശ്വസിച്ചു. അവർക്ക് പാപമോചനവും വീണ്ടെടുപ്പും ലഭിച്ചു. അവരൊക്കെ ദൈവമക്കളായി അങ്ങായിട്ട് ദൈവസഭകൾ ഉടലെടുപ്പാൻ ഇടയായിട്ട് തീർന്നു. ദൈവസഭയുടെ ചരിത്രം അങ്ങനെ ഊർജിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ മനുഷ്യൻ വീണ്ടും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മതത്തിന്റെ ഭ്രാന്ത് കയറി മത തീവ്രവാദിയായി തീർന്ന ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇതിങ്ങനെ പോയാൽ ശരിയാകുകയില്ല എന്ന ചിന്തയിൽ അടുത്തൊരു പദ്ധതി ഇട്ടു. ആ പദ്ധതിയാണ് നമ്മൾ 9-ാം അധ്യായത്തിൽ വായിച്ചത്. എന്താ പദ്ധതി? അദ്ദേഹം യെരുശലേമിലേക്ക് വന്ന് യെരുശലേമിൽ നിന്ന് മഹാപുരോഹിതന്മാരുടെ അധികാര പത്രം വാങ്ങി. എന്താ കാരണം? ദമസ്കോസിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, അവരെല്ലാവരും യേശുവിൽ വിശ്വസിക്കുകയാണ്. ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുവാനായിട്ട് ദമസ്കോസിലേക്ക് പോവുകയും യെരുശലേമിൽ നിന്നും മഹാപുരോഹിതന്റെ അധികാരപത്രം. എന്തിന് അധികാരപത്രം? ഈ ദമസ്കോസിലുള്ള പള്ളികളിലേക്ക് ചെന്ന് ഈ അധികാരപത്രം അവർക്ക് കൊടുത്താൽ പള്ളികൾ ഇതിനെ താക്കീത് ചെയ്യും, സിനഗോഗുകൾ ഇതിനെ നിർത്തലാക്കും. അങ്ങനെ ഈ പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കണം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ മാർഗക്കാരായ ആരെയെങ്കിലും കണ്ടാൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുവന്ന് ഇവരെ ഇല്ലായ്മ ചെയ്ത് കളയാം. ഈ ചിന്തയിലാ പോകുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സുവിശേഷത്തിന്റെ ശക്തി ഒരു വാക്കി പറയട്ടെ. നീ പിടിച്ചുകെട്ടി കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ പോകുന്ന യാത്രയിൽ നിന്നെ പിടിച്ചു കിട്ടുന്ന സന്ദേശമാണ് എന്ന് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അധികാരത്തിന്റെ പത്രം കയ്യിലുണ്ട്. താൻ ഏറ്റവും ശക്തനായിട്ട് ഇപ്പോൾ പോവുക ദമസ്കോസിലേക്ക്. ആ യാത്രാമധ്യത്തിൽ സംഭവിച്ച കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. Who are you, Lord? നീ ആരാകുന്നു കർത്താവേ? എന്താ ഈ ചോദ്യം ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിന്റെ പശ്ചാത്തലം ഞാൻ ഇങ്ങനെ പറയട്ടെ. ഇദ്ദേഹം സ്തെഫാനോസിന്റെ മരണത്തിന് ശേഷം ഈ തീരുമാനത്തോടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് ഉള്ളിലൂടെ ഒരു ചോദ്യം എപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ഏതാ ചോദ്യം അറിയാമോ? കർത്താവേ കർത്താവേ എന്നുള്ള പദം.
ഈ ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നത്? ഈ ദിവ്യ വെളിച്ചത്താൽ ഇദ്ദേഹം താഴേക്ക് വീഴുമ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണ് എന്ന് പറയുക. ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അടുത്ത ചോദ്യം, നീ ആരാകുന്നു? കർത്താവേ. എന്താ കാരണം? ഈ വെളിച്ചം ഉദിച്ചത് എവിടെ നിന്നാണ്? ഇത് സ്വർഗത്തിൽ നിന്നും വന്ന ഒരു വെളിച്ചമാണ്. അപ്പോൾ ഈ വെളിച്ചം മുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിച്ചത് ഇതല്ലയോ സ്തെഫാനോസിനുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത്? അവന്റെ മുഖം പ്രകാശിച്ചു എന്നാണ് വായിക്കുന്നത്. അവൻ മുഖം പ്രകാശിക്കപ്പെട്ടവനായിട്ട് തീർന്നു. പക്ഷെ മറ്റാരും അത് കണ്ടില്ല എങ്കിലും അവൻ മുഖം പ്രകാശിച്ചു. ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് മറ്റാർക്കും ചുറ്റുവട്ടത്തുള്ളവർക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ആ ശബ്ദം, ദൈവശബ്ദം അദ്ദേഹം കേട്ടു. സംശയമില്ലാതെ ചോദിക്കുക, നീ ആരാകുന്നു കർത്താവേ? അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ നാം വേദഭാഗത്തെ ഒന്ന് ചിന്തിക്കുക. ഇനി എന്താ ഈ ശൗലിന് പറ്റിയത്? ഈ സംഭവത്തിന് ശേഷം കണ്ണ് കാണാതെയും ഭക്ഷണം കഴിക്കാതെയും 3 ദിവസം ഈ മനുഷ്യൻ പാർത്തു. നമുക്കറിയാം ദൈവവചനത്തിൽ ശൗലിനെ കുറിച്ച് പറയുന്ന, ഇപ്പോൾ പാട്ടിന് നരേഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എപ്പോഴാ പറഞ്ഞത്? ബലഹീനനായ തന്റെ ശരീരത്തിന്റെ ഒരവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോഴാ. തന്റെ ശരീരത്തിൽ ബാധിച്ചിരുന്ന വലിയ രോഗത്തെ സംബന്ധിച്ച്, ജഡത്തിൽ ബാധിച്ചിരുന്ന ശൂലത്തെ സംബന്ധിച്ച് ദൈവത്തോട് അപേക്ഷിച്ചു. ഒരുപക്ഷെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്: ഈ ദിവ്യ വെളിച്ചം ഈ മനുഷ്യന്റെ മുഖത്തേക്ക് അടിച്ചപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് കാണാതെ 3 ദിവസം ഇരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ആ 3 ദിവസം കണ്ണ് കാണാതെ ഇരുന്നുകയും പിന്നീട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ചിതുമ്പൽ പോലെ പൊടിഞ്ഞു പോവുകയും ചെയ്തെന്നൊക്കെ വായിക്കുന്നതാണ്. ശൗലിനുണ്ടായിരുന്ന ശാരീരിക ബലഹീനത എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഇത്ര വലിയ അക്ഷരമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് തന്നെ കണ്ണിന് ചില സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഈ മനുഷ്യൻ കണ്ണ് കാണാതെയും ഭക്ഷണം കഴിക്കാതെയും 3 ദിവസം ഇരുന്നു. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. അനന്യാസ് എന്ന മനുഷ്യന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് പോകാനായിട്ട് യൂദയുടെ ഭവനത്തെ താർക്കുന്ന ഈ ശൗലിന്റെ അടുക്കലേക്ക് അനന്യാസിനെ കൊണ്ടുപോവുക. അനന്യാസ് അവിടേക്ക് ചെല്ലുമ്പോൾ അനന്യാസ് പറയുന്ന ഒരു വാക്കും വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 9-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അങ്ങനെ അനന്യാസ് അവിടെ ചെന്നിട്ട് പറയുകയാണ്, 17-ാം വാക്യം, അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്കു പ്രത്യക്ഷനായ, അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, യേശു എന്ന കർത്താവ് എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നു. മനസ്സിലാക്കണം, വീണ്ടും പറയുന്ന ഒരു പദമുണ്ട്. അനന്യാസ്, നീ എന്താ ഇവിടെ വന്നതെന്ന് ശൗൽ ചോദിച്ചാൽ ഒറ്റ വാക്കാൽ മറുചോദ്യമില്ല. നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ്, ആ കർത്താവാണ് എന്നെ നിന്റെ അടുക്കേക്ക് അയച്ചിരിക്കുന്നത്. ശൗലിനോട് സുവിശേഷം പറഞ്ഞു. അകതളത്തിൽ ഒരു വലിയ ദുഃഖത്തോടെ കടന്നുപോയ കർത്താവ് എന്ന് പറഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ച സ്തെഫാനോസിന്റെ വാക്കുകൾ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഡമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് ഓടിയെടുക്കുമ്പോൾ പോലും ഹൃദയത്തിൽ ഒരു വലിയ വേദനയായിട്ട് ഇങ്ങനെ അവശേഷിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ അനന്യാസ് എന്നപ്പോൾ പറയുകയാണ്, നിനക്ക് പ്രത്യക്ഷനായപ്പോൾ കർത്താവായ യേശു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, അദ്ദേഹം ഭക്ഷണം കഴിച്ച് ബലം പ്രാപിച്ചു എന്നാണ് വായിക്കുന്നത്. ഇത് തുടർന്ന് സംഭവിക്കുന്ന അടുത്തൊരു കാര്യം പറഞ്ഞ് മുമ്പോട്ട് ഞാൻ പെട്ടെന്ന് വരട്ടെ. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്ന് 19 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. അദ്ദേഹം ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന പള്ളികളിൽ ചെന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം ശക്തി പ്രാപിച്ചു, കരുത്തുള്ളവനായിട്ട് തീർന്നു, ദൈവിക അരുളപ്പാടുകൾ പറയുന്നവനായിട്ട് തീർന്നു. അദ്ദേഹത്തിന്റെ മതതീവ്രത മാറി. യഹൂദ മതത്തിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ അതെല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ വഴിയിൽ താൻ കണ്ട ആ സ്വർഗീയ ദർശനത്തിന് യാതൊരു അനുസരണക്കേടും കാണിക്കാതെ തന്റെ ജീവിതത്തിന്റെ ഒരു പുതിയ ചുവടെടുത്തു വെച്ചിട്ട് അദ്ദേഹം ദമസ്കോസ് പട്ടണത്തിൽ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. എന്താ ചെയ്തതെന്ന് നോക്കിയേ. 22-ാം വാക്യം അവിടെ നാം വായിക്കുന്നു, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ
മിണ്ടാതാക്കി. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഇതുവരെയും യേശുവേ കർത്താവേ എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായ യഥാർത്ഥമായിരിക്കുന്ന രൂപാന്തരത്തിലേക്ക് വന്നപ്പോൾ ദമസ്കോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് തർസോസുകാരനായ ശൗല് ഒരു കാര്യം ചെയ്യുക. എന്താ ചെയ്തത്? ഞാൻ മനസ്സിലാക്കിയ യേശു നസ്രത്തുകാരൻ, ഞാൻ മനസ്സിലാക്കിയ കർത്താവ്, അവൻ ആരാണ്? അവൻ സാക്ഷാൽ ക്രിസ്തുവാണ്, അവൻ സാക്ഷാൽ അഭിഷിക്തനാണ്, അവൻ സാക്ഷാൽ മശിഹയാണ്. ഈ പദം വളരെ വിശദീകരിക്കേണ്ടതാ. ദൈവജനത്തിന് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ക്രിസ്റ്റോസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അത് തന്നെയാണ് മശിഹ എന്ന് പറയുന്നത്. യഹൂദൻ എക്കാലവും കാത്തിരിക്കുന്നത് അവരെ ഉദ്ധരിക്കുവാൻ വരുവാൻ പോകുന്ന മശിഹയെ കുറിച്ചാണ്. അവരുടെ വീണ്ടെടുപ്പുകാരനായ, അവർ കടന്നുപോകുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നും അവർക്കൊരു മോചനം കൊടുത്ത് അവർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു മശിഹയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ജനനം. ആ ജനനം ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് വായിക്കുന്നത് പോലെ യേശുവിനെ അവർ തിരസ്കരിച്ചത്. എന്നാൽ ഇവിടെ ഇതാ ആ മതത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം ഭരിച്ച് പരീശന്മാരിൽ പരീശനായിട്ട്, എന്റെ പ്രമാണിയായിട്ട്, ന്യായപ്രമാണം സമ്മതമായിട്ട് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്ത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ യഹൂദ മതത്തോടുള്ള തന്റെ ഏറ്റവും വലിയ ശക്തമായിരിക്കുന്ന പ്രകടനം എന്ന നിലയിൽ അതിനെതിരായിട്ട് വരുന്ന സകല ശക്തിയെയും നിർമൂലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ മനുഷ്യൻ ഇവിടെ ഇതാ യഹൂദന്മാരോട് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ആരെയാണോ ക്രൂശിച്ചത്, ആരാണോ ക്രൂശിക്കപ്പെട്ടത്, അവൻ ആരാണ്? അവിടുന്നായിരുന്നു സാക്ഷാൽ മശിഹ, അവിടുന്നായിരുന്നു സാക്ഷാൽ അഭിഷക്തൻ, അവിടുന്നാണ് സാക്ഷാൽ ക്രിസ്തു എന്ന് പറയുക. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ പ്രസംഗിക്കുന്ന യേശു അവിടുന്ന് ആരാണ്? ദൈവത്താൽ അയക്കപ്പെട്ട അഭിഷക്തനായവനാണ്. അതുകൊണ്ട് യഹൂദന്മാരുടെ വായ് മൂടിക്കെട്ടത്തക്ക നിലയിൽ അവരുടെ സകല സംവാദങ്ങളെയും ഒരുപോലെ ഇല്ലാതാക്കി ദമസ്കോസിൽ വെച്ച് ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ യേശു കർത്താവിനെ ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് തന്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനി മുതൽ ഈ പൗലോസിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു പോയാൽ പൗലോസിന്റെ ക്രിസ്തുവിനോടുള്ള ചിന്തയും മനോഭാവവും മാറുന്നത് അഭിമാനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ സംബന്ധിച്ച്, പൗലോസ് മനസ്സിലാക്കിയ ക്രിസ്തുവിനെ സംബന്ധിച്ച് ചില വസ്തുതകൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. തുടർന്നുള്ള സമയത്തിൽ നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ഒന്നാമതായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 23-ാം വാക്യം. ആദ്യമായിട്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. 1 കൊരിന്ത്യർ 1:23. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മതി. ഈ കൺവെൻഷന്റെ നോട്ടീസ് ഞാൻ ഇവിടുത്തെയും ശ്രദ്ധിച്ചു. ആ നോട്ടീസിന്റെ തലക്കെട്ടിൽ ഒരു വാചകം കൊടുത്തിരുന്നു. എന്താ? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. ഈ കൺവെൻഷൻ പരമ്പരകൾ എന്നൊക്കെ ആരംഭിച്ചോ അന്ന് തൊട്ട്, നോട്ടീസ് അടി എന്ന് ആരംഭിച്ചോ അന്ന് തൊട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കുറിവാക്യമാണ് എന്ത്? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ പൗലോസിന്റെ ക്രിസ്തു ശാസ്ത്രത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. താൻ ക്രിസ്തു എന്ന് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കി. ഇനി ഇവിടേക്ക് വരുമ്പോൾ ആ പൗലോസ് പറയുകയാണ്, ഞാൻ ആരെയാ പ്രസംഗിക്കുന്നത്? ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരൊറ്റ യഹൂദം പോലും ക്രൂശിച്ചവനെ കുറിച്ച് ഒരു വാക്കും പറയുകയില്ല. കാരണം യഹൂദന്മാർക്ക് നികൃഷ്ടമായിരിക്കുന്ന, നിന്ദ്യമായിരിക്കുന്ന, നീചമായിരിക്കുന്ന ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഈ ക്രൂശിൽ മരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ആരും പ്രകീർത്തിക്കാറില്ല. അവരുടെ പേര് പോലും പറയുകയില്ല, ആ കുടുംബ ബന്ധം പോലും പറയുകയില്ല. അതിന്റെ കാരണം അത്രമേൽ ശാപഗ്രസ്തമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. എന്നാൽ ഏതു മനുഷ്യന്റെ മരണമാണോ ശാപഗ്രസ്തമെന്ന് ശൗല് കണ്ടിരുന്നത്, ആ ശൗലിന്റെ കാഴ്ചപ്പാട് മാറി പൗലോസായി മാറിയിരിക്കുന്ന ഈ വ്യക്തിത്വം ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. ആ നാമം എന്ന് പറയുന്നത് ആരുടെ നാമമാ? ക്രൂശിക്കപ്പെട്ട ക്രിസ്റ്റോസിന്റെ നാമമാ. അഭിഷക്തനായവൻ ഞങ്ങൾക്ക് വേണ്ടി മണ്ണിലേക്ക് ഇറങ്ങി കാൽവരിയിലെ കൊലമരത്തിൽ മരിപ്പാനിടയായിട്ട് തീർന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായിട്ട് തീർന്നു. അപ്പോൾ ഈ
ഈ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ അഭിമാനത്തോടെ ഇവിടെ പൗലോസ് ശ്ലീഹ ഏറ്റെടുക്കുകയാ. തന്റെ ഒന്നാമത്തെ ആശയം ഞാൻ ഇങ്ങനെ പറയാം, അവിടുന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞാൻ ആ ഭാഗത്ത് നിന്നാൽ മറ്റു വേദഭാഗങ്ങളിലേക്ക് വരാൻ കഴിയുകയില്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടുപോകട്ടെ. ആ ഭാഗത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രി വളരെ പെട്ടെന്ന് ഒരു 5 പോയിന്റ് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ആരാണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു? വളരെ പെട്ടെന്ന് നമ്മുടെ ചിന്തയൊന്ന് കൊണ്ടുവരാം. റോമാലേഖനത്തിലേക്ക് വരാമോ? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. ആരാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു? പൗലോസിന്റെ ഭാഷ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മതി. ഈ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് പൗലോസ് പറയുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരാ? ഒന്ന്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, നമ്മെ സ്നേഹിച്ചവനാണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത്. നമ്മെ സ്നേഹിച്ചവൻ എന്ന പദം പറയുമ്പോൾ വാസ്തവത്തിൽ ഇതിന്റെ യഥാർത്ഥ ആശയം മനസ്സിലാക്കാൻ പൗലോസിലേക്ക് ഒന്ന് പോകാം. ഈ വാക്ക് പറയുന്നത് പൗലോസാണ്. നമ്മെ സ്നേഹിച്ചവനെന്ന ആ പ്ലൂറൽ ഫോം ഉപയോഗിച്ചപ്പോൾ വാസ്തവത്തിൽ റോമയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളെ മാത്രമല്ല, ഇത് എന്നെയും സ്നേഹിച്ച, നമ്മെ ഒരുപോലെ സ്നേഹിച്ചവൻ ആരാണോ ആ സ്നേഹിച്ചവനാണ് ആര്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അപ്പോൾ ഒന്ന്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരാ? നമ്മെ സ്നേഹിച്ചവനാ. വാസ്തവത്തിൽ ഈ സന്ദേശങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദീർഘമായ നാളുകളായി സുവിശേഷ രണാങ്കണത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ നിസ്തുല്യമായിരിക്കുന്ന സ്നേഹത്തെ കുറിച്ചാണ്. ഇന്ന് വൈകിട്ട് ഒരു വാർത്ത ഞാൻ പോരുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലപ്പുറം ഭാഗത്ത് കണ്ടാണ് 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി കഴുത്ത് ജരിച്ച് കൊലപ്പെടുത്തി എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിരിക്കുക. എന്താ കാരണം എന്ന് അന്വേഷിച്ചാലോ, കാരണം ഇത്രയേ ഉള്ളൂ, ഇവ തമ്മിലുള്ള സ്നേഹബന്ധമാണ് അതിന് കാരണമായിട്ട് തീർന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു സ്നേഹബന്ധത്തിന് ഒരാളെ കഴുത്ത് ജരിച്ച് കൊല്ലാൻ പറ്റുമോ? ഒരിക്കൽ പോലും പറ്റുകയില്ല. എന്നാൽ ലോകത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിരിക്കുന്ന സകല സ്നേഹങ്ങളും ഒരുപോലെ മനുഷ്യനെ പ്രാകൃതനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യന്റെ ജീവിതത്തിന്റെ തലങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യനെ തമ്മിൽ വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യനെ തമ്മിൽ 2 ദിശകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി പറയട്ടെ, അനന്തമായിരിക്കുന്ന സ്നേഹം മാനവ മനുഷ്യന് ചൂണ്ടിക്കാണിച്ച സന്ദേശമാണ് കാൽവറിയെ കൊലമരത്തിൽ വെളിപ്പെട്ട ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതിനോട് ചേർത്ത് വെച്ചിട്ട് പൗലോസ് പറയുകയാണ്, നാമോ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഭാഷ എടുക്കട്ടെ, കുലപാതകനായിരുന്ന സ്തെഫാനസ് എന്ന് പറയുന്ന മനുഷ്യനെ നിഷ്ഠൂരം കൊല ചെയ്യുവാനായിട്ട് പിന്നിൽ പ്രേരക ശക്തിയായിട്ട് നിന്ന് എന്നെ പോലെ മനുഷ്യനെ സ്നേഹിച്ച ഒരു സ്നേഹം ഈ ഉലകത്തിൽ ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരാണ് എന്ത്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിന്റെ വിശദീകരണം ദൈവവചനത്തിൽ ധാരാളമുണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടേക്ക് വളരെ പെട്ടെന്ന് 1-2 ആശയങ്ങൾ പറഞ്ഞൊന്ന് വിടട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വരാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ 1-2 ആശയങ്ങൾ പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ 13-ന്റെ 1-ാമത്തെ വാക്യം. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. വാസ്തവത്തിൽ അടുത്ത പദപ്രയോഗം എന്താണെന്ന് അറിയാമോ? അവിടെ നമ്മൾ വായിക്കുന്നത് യൂദയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, യേശു തൻ്റെ 12 ശിഷ്യന്മാരുമായിട്ടിരിക്കുകയാണ്. ഈ 12 ശിഷ്യന്മാരിൽ ഒരുവൻ അവിടെ ഇരുന്ന് അപ്പത്തിന്റെ അംശിയായി തീരാൻ ആഗ്രഹിക്കുമ്പോഴും അവന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിലൂടെ പോകുന്ന മറ്റൊരു ചിന്തയുണ്ട്, ഈ യേശുവിനെ എങ്ങനെയെങ്കിലും ഒറ്റുകൊടുക്കണം. അതിനുള്ള സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് യൂദ എന്ന് പറയുന്ന മനുഷ്യൻ. അവിടെയാണ് ആ പദത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, യൂദയെ നീ എന്നെ ഒറ്റിക്കൊടുക്കും, നീ ഒരു
ചുംബനത്താൽ എന്നെ കാണിച്ചു കൊടുക്കും. അത് നമ്മുടെ കർത്താവിന് അറിയാം. ഈ അല്പം കൂടെ കഴിയുമ്പോൾ എന്നെ വിട്ടിട്ട് നിങ്ങൾ ഓടിപ്പോകും. അത് കർത്താവിന് അറിയാം. നീ എന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പ്രാകുവാൻ പോകുന്ന പത്രോസിനെ കർത്താവിന് അറിയാം. ഇവരുടെ എല്ലാ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്തായി തീരുമെന്ന് കൃത്യമായ വിലയിരുത്തൽ കർത്താവിനുണ്ടായിരിക്കെ ആ പദം പറയുകയാണ്, അവരെ എങ്ങനെ സ്നേഹിച്ചു? അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പോൾ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത കർത്താവിന്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ സ്വഭാവമൊക്കെ ആർക്കറിയാം? കർത്താവിനറിയാം. നമ്മുടെ എല്ലാം സ്വഭാവത്തെ കർത്താവിനറിയാം. പക്ഷേ നിങ്ങൾ ആരാണെന്ന് നോക്കിയിട്ടല്ല കർത്താവ് സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന് ഒന്നേ അറിയുകയുള്ളൂ, അവിടുന്ന് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവനാകയാൽ ആ സ്നേഹം മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഇനി രണ്ടാമതായിട്ട് ഈ 13-ാം അധ്യായത്തിന്റെ തന്നെ 34-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 13:34. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. മതി അവിടെ നോക്കിക്ക്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. അപ്പോൾ ഞാൻ ആ സ്നേഹത്തിന്റെ പ്രത്യേകത പറയട്ടെ. കർത്താവിന്റെ വാക്ക് ഇസ് ആൻ അൺകണ്ടീഷണൽ ലവ്. അത് നിബന്ധനകളില്ലാതെ സ്നേഹിച്ചതാ. ഇങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ കർത്താവ് യൂദയെ സ്നേഹിച്ചു, പത്രോസിനെ സ്നേഹിച്ചു. ഈ ശിഷ്യന്മാർ കർത്താവിനെ വിട്ട് ഓടിപ്പോകുമെന്ന് അറിയാം എന്നിരുന്നിട്ടും കർത്താവ് അവരെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹം കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹമായിരുന്നു. ഇനി ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവിനെ വിട്ട് പഴയ പണിയിലേക്ക് പോയ പത്രോസിന്റെ അടുക്കലേക്ക് വീണ്ടും മടങ്ങി വന്ന് അവനെ സ്നേഹിക്കാൻ പ്രേരകമായി തീർന്ന ഒരു ചാലക ശക്തി ഉണ്ടല്ലോ. ആ സ്നേഹത്തിന്റെ ചാലക ശക്തി നിന്നിട്ട് കർത്താവ് പറയുക, ഞാൻ മറ്റൊന്നും നോക്കിയിട്ടല്ല നിങ്ങളെ സ്നേഹിച്ചത്, എനിക്ക് ഒരു കണ്ടീഷനും ഇല്ല. ഞാൻ എന്ത് ചെയ്യൂ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന അടിമയില്ല. അതിനെയാണ് നമ്മുടെ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വളരെ പെട്ടെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 1 യോഹന്നാൻ 3:16 വാക്യം പെട്ടെന്നൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 3:16. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. ഇനി നോക്കിക്കേ, ആ സ്നേഹത്തിന്റെ 3-ാമത്തെ പ്രത്യേകത പറയട്ടെ. നമുക്ക് വേണ്ടി ജീവനെ വെച്ച് തന്ന സ്നേഹമാണ് ആ ദിവ്യ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ നമ്മെ ജീവൻ തന്ന് സ്നേഹിച്ച സ്നേഹം, ഇതാണ് നമ്മെ കർത്താവിന്റെ സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി പൗലോസ് പറഞ്ഞ വാക്കിലേക്ക് ഞാൻ ഒന്ന് വരട്ടെ. ആ സ്നേഹത്തെ സംബന്ധിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ സ്നേഹത്തിന് ദൈവജനത്തോട് ഞാൻ ഒരു വാക്ക് പറയാനായിട്ട് 39-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം, ആ സ്നേഹം അനുഭവിച്ച ദൈവത്തിന്റെ ജനം, അവരെ കുറിച്ച് പൗലോസ് മനസ്സിലാക്കിയിട്ട് ആ സ്നേഹത്താൽ നിറഞ്ഞൊഴുകിയ പൗലോസ് പറയുകയാണ്. ഏതാണ് വായിക്കുന്നത്? ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആരും മിണ്ടുന്നില്ല സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. ഞാൻ ചോദിക്കട്ടെ ദൈവത്തിന്റെ ജനമേ, ഈ സ്നേഹത്തിന്റെ പ്രത്യേകത ഇത്രമാത്രം വിലയുള്ളതാണെന്ന് പൗലോസ് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. ആ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഇനി ഇതിന്റെ തൊട്ടു മുമ്പിലുള്ള വാക്ക് നോക്കിയേ, 35-ാമത്തെ വാക്യം. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് എന്ത്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഏതൊരു ശക്തിക്കും ഈ സ്നേഹബന്ധത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിക്കളയുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രി പറയട്ടെ, പൗലോസ് യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിച്ച് ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് അഭിമാനത്തോടെ ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുക, അവിടുന്ന് സ്നേഹത്തിന്റെ നിറകുടമാണ് എങ്കിൽ ഇനിയും എന്റെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ വിട്ടുകളയുവാൻ എനിക്ക് കഴിയുകയില്ല. നമ്മുടെ ചെറിയാൻ സാർ പാടിയതുപോലെ സ്നേഹത്തിന്റെ ചങ്ങലകളാൽ കോർത്തു ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരമൂല്യമായിരിക്കുന്ന സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ അതികാഠിന്യമുള്ള ശൈത്യം അനുഭവിച്ച മരണത്തോട് ഏറ്റവും അടുത്തിരിക്കുമ്പോഴും പൗലോസ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ഓട്ടം
തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃതജ്ഞതയോടുകൂടി കൃതാർത്ഥനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് മരണം വരെയും തന്റെ കഴുത്തറുത്തു മാറ്റുവാൻ ഇരുവശവും ഒരുപോലെ മൂർച്ച വരുത്തുന്ന ആരാചാരുടെ വാളിന്റെ ശബ്ദം ആ മനുഷ്യന്റെ ചെവികളിൽ കേൾക്കുമ്പോഴും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ മാറ്റുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു വാക്കൂടെ പറയട്ടെ, കാലമൊക്കെ മാറി. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പ്രിയ അങ്കിൾ ഓർപ്പിക്കുകയുണ്ടായി, സാഹചര്യമൊക്കെ മാറിക്കൊണ്ടിരിക്കുക, എല്ലാം പ്രതികൂലമായിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവജനമേ, ഞാൻ നിങ്ങളും ഉണരണം. ഇതുവരെയും നമുക്ക് തമ്മിൽ സ്നേഹത്തിൽ ഒരുമയില്ലാഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകണം. ഈ സ്നേഹം നമ്മൾ വ്യാപരിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ശക്തിക്ക് നമ്മെ തമ്മിൽ വേർപിരിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഒന്നാമത് ആ കർത്താവിന്റെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് ആരാണ്? അവിടുന്ന് സ്നേഹിക്കുന്നവനാണ്. ഇനി രണ്ടാമത്തെ ആശയത്തിലേക്ക് ഞാൻ വരട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 57-ാമത്തെ വാക്യം. വളരെ വിശദീകരണം വേണ്ടിയ ഒരു ഭാഗമാണ്. എങ്കിലും പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. 1 കൊരിന്ത്യർ 15-ന്റെ 57-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മതി. 2 പൗലോസ് പറയുകയാണ്, ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആരും ഒരു സ്തോത്രം പോലും പറഞ്ഞില്ല. സ്തോത്രം ഉണ്ടോ? ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇതിവിടെ പറയാൻ പറ്റുള്ളൂ, ഈ കോണ്ടെക്സ്റ്റിലേ ഇത് പറയാൻ പറ്റുള്ളൂ. മറ്റ് വിവിധ കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മൾ സ്തോത്രം പറയണമെങ്കിൽ വീട്ടിൽ വണ്ടി മേടിച്ചാലോ വീട് വെച്ചാലോ ഒക്കെ നമ്മൾ സ്തോത്രം പറയും. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത് ഒരുത്തർക്കും സ്തോത്രം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്താ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും അധ്യായം. മരണത്തെ സംബന്ധിച്ച് തെറ്റായ ധാരണകളും മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയും ഒക്കെ ഉണ്ടാതിരുന്ന കൊരിന്ത്യയിലെ വിശ്വാസികളോട് പൗലോസ് മരണത്തെയും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെയും മരിച്ചവർക്ക് വരാൻ പോകുന്ന പുനരുത്ഥാനത്തെയും വ്യക്തമായിട്ട് ചിത്രീകരിച്ചു കൊടുക്കുക. അങ്ങനെ ചിത്രീകരിച്ചു കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ വിശദീകരണമാണ് 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യം വരുമ്പോൾ 55-ാമത്തെ വാക്യത്തിൽ 2 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? 2, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ 54-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം എന്ന് വായിക്കുന്നുണ്ട്. ധരിക്കണം. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ധരിക്കുമ്പോൾ എന്ന പദപ്രയോഗം എന്തിന്റെ സൂചനയാണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയണേ, മർത്യമായത് അമർത്യത്വത്തെയും ദ്രവത്വമായത് അദ്രവത്വത്തെയും നേടുവാൻ പോവുകയാണ്. അപ്പോൾ ഒരവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുക. അതിനൊരു സംഭവമുണ്ട്. അതിനെയാണ് പറയുന്നത് അങ്ങനെ ധരിക്കുമ്പോൾ എന്ന് പറഞ്ഞ ആശയം മനസ്സിലായോ? ധരിക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിക്കുക. എന്തിനാ ചൂണ്ടിക്കാണിക്കുന്നത്? അവിടുത്തെ പ്രമാദമായ വിഷയം ദ്രവത്വം മാറി അദ്രവത്വം സ്വീകരിക്കുന്ന, മർത്യമായത് മാറി അമർത്യത്വം സ്വീകരിക്കുന്നത് തന്നെയാണ് ധരിക്കുമ്പോൾ എന്ന് പറയുന്നത്. അതിനെയാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ആ വിഷയം പൗലോസ് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയുക, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? എന്താ ഇത്? 2 കൂട്ടം ആളുകളുടെ ചോദ്യമാ, നമുക്കറിയാവുന്ന വിഷയമാണ്. എന്താ ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിക്കുന്നത്? ഇതാര് ചോദിക്കുന്നതാ? പുനരുത്ഥാനം സംഭവിക്കുമ്പോൾ മരിച്ച് നമ്മെ വിട്ട് മാറ്റപ്പെട്ട് കല്ലറയിലേക്ക് പോയിരിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർ കല്ലറയുടെ കവാടത്തിലേക്ക് മടങ്ങി വന്നിട്ട് മരണത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത്? ഹേ മരണമേ നിന്റെ ജയം എവിടെ? മരണത്തിന്റെ പാശങ്ങൾക്ക് ഞങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. ഇതാ മരണത്തിൽ നിന്ന് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദ്രവത്വമായി തീർന്ന ഈ ശരീരം മാറി
അദ്രവത്വത്തെ ഞങ്ങൾ പൂകിയിരിക്കുന്നു. മധ്യമായ ശരീരം മാറി അത് അദ്രവത്വമുള്ള ശരീരമായിട്ട് മാറിയിരിക്കുന്നു. ഇത് രാത്രി പറയട്ടെ, ഇത് കല്ലറയിലുള്ള വിശുദ്ധന്മാർ മരണത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവരെ കല്ലറയിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. പുനരുദ്ധാനം എന്ന് പറയുന്ന വിഷയം സംഭവിക്കുമ്പോൾ ആ സമയത്ത് അവരൊരു ചോദ്യത്തോടു കൂടെ കല്ലറ വിട്ട് വെളിയിലേക്ക് വരുമെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന ഭക്തന്മാർ മരണത്തിന് മുമ്പാകെ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ ഗംഭീര ശബ്ദം മുഴങ്ങുമ്പോൾ നാം ഇവിടെ നിന്ന് മരണം കാണാതെ എടുക്കപ്പെടുമ്പോൾ നാം ഇങ്ങനെ ചോദിക്കും, പാപത്തിന്റെ ശമ്പളമായ മരണമേ, ഈ മരണത്തിന് ഞങ്ങളെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിന്റെ വിഷമുള്ള എവിടെ എവിടെ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. നാം ചോദിക്കാൻ പോവുകയാണ്, നമ്മുടെ മരണം മാറി നമ്മൾ ജയം വന്നിരിക്കുന്നവരായി തീരാൻ പോവുക. ഇതിനോട് ചേർത്ത് വെച്ചിട്ട് പൗലോസ് പറയുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. എന്താ പറയാ കാര്യം? യേശുക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ, യേശുക്രിസ്തു മരിച്ചില്ലായിരുന്നെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ പറയാം, മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ തോറ്റുപോയേനെ, നമുക്ക് ജയം കൈവരിക്കാൻ കഴിയുകയില്ലായിരുന്നു. എന്താ കാരണം? അത് പറഞ്ഞ് അവസാനിപ്പിക്കാനേ മുമ്പിൽ സമയമുള്ളൂ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് ഇതിന്റെ കാരണമെന്ന് പറയുന്നത്. എന്താ അവിടെ വായിക്കുന്നത്? എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മനുഷ്യരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എന്താ ഇവിടെ വിജയം തന്നിരിക്കുന്ന യേശു ക്രിസ്തുവിന് സ്തോത്രം എന്ന് പറഞ്ഞത്? അതിന്റെ കാരണമെന്ന് പറയുന്നത്, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, കാൽവരിയിലെ ക്രൂശിൽ മരിച്ചവൻ, ക്രൂശിക്കപ്പെട്ടവൻ, അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടവൻ, 3-ാം ദിവസം മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റു. അതിനെ പൗലോസ് ഉപയോഗിച്ച വാക്കാണ് ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലം. അപ്പോൾ പഴയ നിയമത്തിലേക്ക് പോകണം, വിശദീകരിക്കണമെങ്കിൽ എന്താ ആദ്യഫലം എന്ന് പറയുന്നത്? ആദ്യഫല കറ്റയുടെ പെരുന്നാളാണ്. ആദ്യഫല കറ്റയുടെ പെരുന്നാളിന്റെ ദിവസം വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടത്തിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ നിന്നും ഒരു പിടി അറുത്തെടുത്ത് കൊണ്ടുവരും. അത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നതിനെ നീരാജനം ചെയ്യും. നീരാജനം ചെയ്യുമ്പോൾ കറ്റ മൗനമെങ്കിലും വാചാലമായിട്ട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. താമസിക്കാതെ ഈ നീരാജനം ചെയ്ത കറ്റ പറയുക, താമസിക്കാതെ എന്നെ കൊയ്തെടുത്ത മണ്ണിൽ ഒരു വലിയ കൊയ്ത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഈ ആശയത്തിലാണ് പറഞ്ഞത്, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മരിച്ചവരിൽ നിന്നും മഹത്വത്തിന്റെ മകുടം ചൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരൊറ്റ ഒരുവനെ ഉലകത്തിലുള്ളൂ. ആ യേശു ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ യേശുവിൽ വിശ്വസിച്ചവർക്ക് എന്തുണ്ട്? ഒരു പുനരുത്ഥാനം ഉണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് സ്തോത്രം പറയുവാനായിട്ട് ഏറെ കാരണമുണ്ട്. അപ്പോൾ പൗലോസ് പറഞ്ഞ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ 2-ാമത്തെ പ്രത്യേകത, അവിടുന്ന് നമുക്ക് ജയം നൽകുന്ന ദൈവമാണ് എന്നുള്ളതാണ്. 3-ാമത്തെ ഒരാശയം കൂടി പറയാൻ പെട്ടെന്ന്, അല്ലെങ്കിൽ സമയം അനുവദിക്കില്ല. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 4-ന്റെ 19-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 4-ന്റെ 19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ജനത്തിനത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. മതി ദൈവജനമേ. 3-ാമത് പൗലോസ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു ക്രിസ്തുവാണ് ഈ ക്രിസ്തു. ഈ ഭാഗം ഞാൻ പറയുമ്പോൾ എല്ലാവരും സ്തോത്രം പറയുന്ന എനിക്കറിയാം. ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു ക്രിസ്തു. പൗലോസ് പറയാ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആരാ? നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന കർത്താവ്. ഞാൻ ആ പദത്തെ ഒന്ന് മാറ്റി അല്പം കൂടി മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ പറയാം, നമ്മുടെ കർത്താവ് നമ്മെ കരുതുന്ന കർത്താവ്.
നമ്മളെ കരുതുന്ന കർത്താവ്. ഈ ചിന്ത നമ്മെ ഭരിക്കട്ടെ. എന്തൊക്കെ വൈഷമ്യകരമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകട്ടെ, ദാരിദ്ര്യം വരട്ടെ, കഷ്ടത വരട്ടെ, എന്തും സംഭവിച്ചുകൊള്ളട്ടെ, പക്ഷേ ഈ കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ല. കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോൾ എപ്പഫ്രായിത്തോസിന്റെ കയ്യാൽ ഫിലിപ്പയിലെ വിശ്വാസികൾ ഒരു ധർമ്മശേഖരം എടുത്ത് പൗലോസിന് കൊടുത്തു വിട്ടു. അത് താൻ സുഗ്രാഹ്യമായി സ്വീകരിച്ചിട്ട് നന്ദിയുടെ വാക്ക് പറയുമ്പോൾ കൊടുത്തയക്കാൻ ഒന്നുമില്ലാത്ത ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ആര് തീർത്തു തരും? ക്രിസ്തുയേശുവിൽ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ആ മഹത്വത്തിന്റെ ധനം അത് എത്രയാണെന്ന് ഒരൊറ്റ മനുഷ്യന് വിശദീകരിക്കാൻ കഴിയുകയില്ല. ഒന്നിനും കുറവില്ലാത്ത കർത്താവ് തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്. ഞാൻ ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു വേദഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നേ, 17-ാം അധ്യായം, മത്തായി 17-ന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? മത്തായി 17-ന്റെ 24. അവർ കഫർന്നഹൂമിലെത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന്റെ ഭാഗം ഞാൻ പറഞ്ഞു പോകാം. ഈ യേശുവിന്റെ അടുക്കൽ കഫർന്നഹൂമിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ചോദിച്ചു, നിന്റെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ? അത് പറഞ്ഞ കരം കൊടുക്കുന്നില്ലയോ എന്നാ ചോദിച്ചു വന്നത് ദ്വിദ്രഹ്മപ്പണമാ. അപ്പോൾ പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ വാക്ക് ഇതാണ്, പിന്നെ ഗുരു കൊടുക്കുന്നുണ്ട്. പുള്ളി എല്ലാം ചാടിക്കേറി പറയുന്ന ആളായതുകൊണ്ട് കൊടുക്കുന്നുണ്ടോ എന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. പുള്ളിയുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കർത്താവ് മനസ്സിലാക്കി. പിന്നെ പത്രോസിനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ചുങ്കമോ കരമോ ആരോട്, അന്യരോടാണോ അതോ പുത്രന്മാരോടാണോ വാങ്ങിക്കുന്നത് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അത് അന്യരോടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ പുത്രന്മാർ ഒഴിവുള്ളവരാണല്ലോ, പക്ഷേ എങ്കിൽ ഇടർച്ച വരുത്താതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് കൊടുക്കാം എന്ന് പറയുക. ഇത് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ പത്രോസ് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കരുതുക, കർത്താവേ, നിനക്ക് ഈ പണം കൊടുക്കാൻ എന്ത് എളുപ്പമുണ്ട്? ഒരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കാൻ നിനക്ക് പാടുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിന്റെ നിമിത്തം സകലതും ഉപേക്ഷിച്ചവനാണ്, എന്നിട്ടാ ഞാൻ നിന്റെ പിന്നാലെ വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ ചിന്താഭാരത്തായിരിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഒടുവിലേക്ക് വരുന്ന ഒരു പദം ശ്രദ്ധിച്ച് 27-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നീ കടലിലേക്ക് പോവുക, ചൂണ്ടലിടുക, ലഭിക്കുന്ന മീന്റെ വാ തുറക്കുക, ആദ്യം നിനക്ക് കിട്ടും. എന്താ കിട്ടുന്നത്? വാ തുറക്കുമ്പോൾ എന്തോ പണോ കിട്ടുന്നേ? അതെങ്കിലും സ്തോത്രത്തോടെ ഒന്ന് പറഞ്ഞില്ലാരും. ചോദിച്ചു വന്നത് ഏതാ? ദ്വിദ്രഹ്മപ്പണമാ, 2 പണമാ. പക്ഷേ മീന്റെ വാ തുറന്ന എത്രയാ കിട്ടുന്നത്? അവിടെ വായിക്കുക, ചതുർദ്രഹ്മപ്പണം കിട്ടും, 4 പണം കിട്ടും. അടുത്ത പദം എന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തന്നതാ. അവിടെ പറയുന്നത് ഇങ്ങനെയാ, അതെടുത്തിട്ട് എനിക്കും നിനക്കും കൊടുക്കുക. ദൈവത്തിന്റെ ജനത്തോട് പറയട്ടെ, എന്റെ കർത്താവിനറിയാം എന്റെ അവസ്ഥ. നിങ്ങളുടെ ഓരോരുത്തരെയും അവസ്ഥ നമ്മുടെ കർത്താവിനറിയാം. നിങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ, ഇല്ലായ്മയിലൂടെ കടന്നു പോകുമ്പോൾ, ആരും അറിയാത്ത നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതൊന്നും ആരും അറിയുന്നില്ല എന്ന് വെച്ച് ദുഃഖിക്കേണ്ട. പത്രോസിന്റെ ഹൃദയത്തിലെ വേദനയറിഞ്ഞ ആ കർത്താവ് പറയാ, അതെടുത്തിട്ട് എനിക്കും നിനക്കും കൊടുക്ക്. നിന്നെ എന്റെ പിന്നാലെ വരുവാനാക്കിയത് നിന്നെ ഉപേക്ഷിക്കുവാനല്ല, നിന്റെ നെടുവീർപ്പ് കാണുവാനല്ല. ഈ ക്രിസ്തുവിനെ അനുഗമിച്ചിട്ടുള്ള ദൈവജനമേ, നമ്മെ വഴിയിൽ ഉപേക്ഷിക്കാത്ത ഒരാത്മനാഥൻ നമുക്കുണ്ട്. അവിടുന്ന് തന്റെ മകൾക്ക് വേണ്ടി കരുതുന്നവനാ. അതുകൊണ്ടല്ലയോ പത്രോസ് പിന്നീട് എഴുതി വെച്ചത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഞാനൊരു വാക്ക് ചരിത്രം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കട്ടെ. മൂത്താമക്കൽ സാധു കൊച്ചു ഉപദേശിയുടെ ജീവിതം നിങ്ങൾക്കറിയാം. എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആ മനുഷ്യൻ ഒരിക്കൽ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി. വലിയ വേദന, വീട്ടിൽ പട്ടിണി കൊണ്ട് ആഴ്ചകളോട് നീണ്ടു നിൽക്കുക. കൊച്ചിന്റെ കരച്ചിൽ സഹിക്കാതെ വന്ന് ഭാര്യയുടെ കണ്ണുനീര് കണ്ടു മടുത്തിട്ട് ഈ മനുഷ്യൻ ചിന്തകളൊക്കെ മാറി, ദൈവത്തിനുള്ള ആശ്രയം മാറി, വീടിന് വെളിയിൽ ഇറങ്ങി റോഡിലേക്ക് നോക്കിയിരുന്നു. ആരെങ്കിലും വഴിയെ പോയാൽ ഒരു അണ വാങ്ങിക്കണം, ഉടനെ എന്തെങ്കിലും കഞ്ഞി വച്ചു കൊടുക്കണം, ഇല്ലേ നിങ്ങൾ മരിച്ചു. അങ്ങനെ റോഡിലേക്ക് നോക്കി വീടിന്റെ വെളിയിൽ ചാണകം പിഴികെ തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്നൊരു മനുഷ്യൻ വരുന്നത് കണ്ടു. കണ്ട മാത്രയിൽ ഇദ്ദേഹം ഇരുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ദൂരേക്ക് നോക്കിയപ്പോൾ പരിചിതമുള്ള ഒരു മുഖമാ. അതിങ്ങനെ അടുത്തേക്ക് വരിക. വന്നപ്പോൾ ഈ സാധു വീടിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാഴ്ച ആര് കണ്ടു? ഈ മനുഷ്യൻ ദൂരത്ത് നിന്ന് കണ്ടു. കണ്ട ഉടനെ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കുടയെടുത്ത് നിവർത്ത് ഈ വശത്തേക്ക് ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് ഈ മനുഷ്യൻ നടന്നുപോയി. സാധുവിന്റെ ഹൃദയം പൊട്ടി, ചങ്ക് തകർന്നു. അയ്യോ, പ്രതീക്ഷയുടെ ഒരു നാമ്പ് അതായിരുന്നു ആ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ എന്നെ കണ്ടിട്ട് കാണാതെ പോയി. അകത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞ് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ചു, ആരും സഹായമിൽ
എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ഇത് രാത്രി പറയട്ടെ, ദൈവത്തിന്റെ കരുതൽ അന്ന് രാത്രി ആ മനുഷ്യൻ അനുഭവിച്ചു. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. രാത്രിയുടെ യാമത്തിൽ കണ്ണുനീരോടെ കിടന്ന് കട്ടിലിനെ നനച്ചുറങ്ങുമ്പോൾ രാത്രി ഒരു മനുഷ്യൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ക്ഷമിക്കണം, സാറിന്റെ തിരുവാൻ 3 ദിവസം മുമ്പ് ഏൽപ്പിച്ച ഒരു ചാക്കുകെട്ടാണിത്, ഇത് പിടിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് ആ മനുഷ്യൻ തുറന്നപ്പോൾ കാച്ചിലും ചേനയും ഒക്കെ അടങ്ങിയ ഒരു വലിയ കെട്ട് ആ മനുഷ്യൻ പിന്നെയും എഴുതി വെച്ചു, എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കരിഞ്ഞെന്നെ ഓർത്തിടുന്നു. ദൈവമക്കളെ, നമുക്ക് കരുതുവാനൊരു കർത്താവുണ്ടെങ്കിൽ അവന്റെ നാമമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത്. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. നിരാശയോടെ ആരും ജീവിക്കണ്ട. ബലം നമ്മളിൽ വരട്ടെ. ഈ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെ. അവിടുന്ന് ആരാണ്? അവിടുന്ന് നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ചവനാ. അവിടുന്ന് ആരാണ്? 2 നമുക്ക് ജയം തരുന്നവനാ. 3 അവിടുന്ന് ആരാണ്? അവിടുന്ന് നമ്മെ കരുതവനാ. ഈ ശക്തിയും ബലവും തിരിച്ചറിയാൻ, ഈ കർത്താവിനോട് അനുഭവിച്ചറിയുവാൻ ഇടയായിട്ട് തീരട്ടെ. ഈ രാത്രിയിലെ വചനങ്ങൾ ഇതിന് മുഖാന്തരമാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, വീണ്ടും വളരെ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വർഷത്തിൻ്റെ പ്രാരംഭ മാസത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും നിന്റെ മനോഹരമായി ഞങ്ങൾ കേട്ടപോലെ ആ ക്രൂശിൻ്റെ വചനം ഘോഷിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് ഒരു അവസരം നൽകി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. തിരിഞ്ഞു നോക്കി, ഞങ്ങളുടെ കർത്താവ് എത്രയോ നല്ലവൻ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതായ മനോഹരമായ ചിന്ത, ഞങ്ങളുടെ ഭൗമികമായ ജീവിത രീതിയിൽ ഞങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതായ അതിമനോഹരമായ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പൗലോസിൻ്റെ കർത്താവെ, ആ മാനസാന്തരത്തിന്, ആ ശൗലിൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ വന്ന സമയം തൊട്ട് കർത്താവ് ഒരു വലിയ ആത്മീയമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഞങ്ങളായിരുന്നു. ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ തന്നെയാണ് കടന്നു വന്നത്. നിൻ്റെ കർത്താവ് മക്കൾ ഗാനങ്ങൾ പാടുമ്പോഴൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ ആ മഹത്തരമായ ഗാനങ്ങൾ ഞങ്ങൾ കേട്ട് സന്തോഷിച്ചിരിക്കുന്നതിന് ശേഷം കർത്താവെ, പിന്നെയും നിൻ്റെ ദാസനെന്ന് ഞങ്ങളെ കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് എത്രയോ ആശ്വാസം നൽകുന്നതാണ്. ഞങ്ങളുടെ മനസ്സിന് എത്രയോ ഞങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കർത്താവെ, അവൻ ശൗലായിരുന്നുള്ള അനുഭവങ്ങൾ, ആ സ്തെഫാനോസിൻ്റെ അടുത്ത് വന്നുണ്ടായ അനുഭവങ്ങൾ, അതൊക്കെയും വിവരിച്ച് അധികം താമസിച്ചില്ല. അതിനുശേഷമാണ് ഉണ്ടായ മനസ്സാന്തരത്തിൻ്റെ അനുഭവം. അവൻ ദമസ്കോസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഉണ്ടായ ആ വലിയ മാറ്റത്തിൻ്റെ ആരംഭം. ആ ചോദിക്കുന്ന ചോദ്യം, നീ ആരാകുന്നു കർത്താവെ? അതാണ് ഞങ്ങളുടെ പ്രധാന ആ വാക്ക്. കർത്താവെ, ഞങ്ങളത് ഓർക്കുകയാണ്. ഞങ്ങളുടെ കർത്താവെ, ആരാകുന്നുള്ള ആ ചോദ്യത്തിൽ ആ വെളിപ്പെടുത്തി കൊടുത്തതായ വിലയേറിയ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിനെ തുടർന്ന് പിന്നീടുണ്ടായ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുകയുണ്ടായി. ആ പൗലോസിൻ്റെ ജീവിതത്തിൽ വന്നതായ അനുഭവങ്ങൾ കർത്താവ് ഞങ്ങൾ ഇന്ന് രാത്രി ഓർക്കട്ടെ. ആ വലിയവനായ ദൈവത്തിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ചതായ അതിമഹത്തായ അനുഭവം, ആ ജയത്തിൻ്റെ അനുഭവം, ആ ക്രൂശ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസിക്കുക, ആ ക്രൂശ് കൂടി ഞങ്ങൾക്ക് ലഭിച്ചതായ മഹത്വകരമായ സന്ദേശത്തിൻ്റെ ആ വലിപ്പം എത്രയോ വലിയതാണ്.
കർത്താവ് എത്രയോ മാറ്റം സംഭവിച്ചു. ഞങ്ങൾ എത്രയോ വലിയ ഭാഗ്യവാന്മാരായി തീർന്നു. ഞങ്ങൾ എത്രയോ ശ്രേഷ്ഠന്മാരായി നിന്റെ ആ ഘോഷിക്കപ്പെട്ട ആ വചനം വീണ്ടും ഘോഷിപ്പാൻ തക്കണം തെരഞ്ഞെടുത്ത നിന്റെ മക്കളാക്കി ഞങ്ങളെ തീർത്ത മഹത്വ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങനെ കേൾപ്പിച്ച നല്ല ചിന്തയ്ക്കായി സ്തോത്രം. തുടർന്നും കർത്താവ് 2 ദിവസം കൂടി ഞങ്ങൾ യോഗദർശിനി ഞായറും നടത്തുന്ന ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യണമേ. നിന്റെ ദാസന് ധാരാളം കൃപ നൽകണമേ. ഈ നിലയിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വചനത്തിനായ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ സഭയുള്ള വിധത്തിൽ ഈ പട്ടണത്തിൻ്റെ ഈ മധ്യേ കർത്താവിൻ്റെ വചനം ദീർഘനാളുകളായി ഘോഷിപ്പാൻ തൊക്കണിടയായി അനേകർക്ക് കർത്താവിനെ ഈ പ്രവർത്തന മുഖാന്തരം കർത്താവിനെ വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. അതൊക്കെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവിനെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവെ, വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാളെയും മറ്റന്നാളും എല്ലാവരും കടന്നു വന്ന് ഒരു വലിയ സന്തോഷം ഞങ്ങൾ അനുഭവിച്ച് കർത്താവ് ഞങ്ങൾ ഒഴിഞ്ഞവരായി വന്ന് നിറഞ്ഞവരായി കടന്നു പോകുവാൻ, കർത്താവ് ഞങ്ങൾ വളരെ ശക്തിയോടുകൂടെ കടന്നു പോകാൻ ഞങ്ങളെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ആ കരുതൽ മനസ്സിലാക്കി ഞങ്ങൾ നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയെ അതിന് കേട്ടനായ സ്തോത്രം. എല്ലാ കാര്യങ്ങളും നീ നിയന്ത്രിച്ചനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും നിന്റെ മുമ്പാകെ സമർപ്പിക്കട്ടെ. നിന്റെ അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കുമാറാകണമേ. തിരുനാമത്തെ മഹത്വപ്പെടണമേ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മ സഹവാസവും ഇന്ന് കേൾപ്പിച്ച വചനത്തോടും ലോകത്തുള്ള എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.